കർണാടകയിലെ ജനങ്ങൾ ദിവസവും കഴിക്കുന്ന ഭക്ഷണ വിഭവങ്ങളിലേറെയും ഉണ്ടാക്കുന്നത് റാഗി ഉപയോഗിച്ചാണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ റാഗി വിഭവങ്ങൾ കന്നഡ മണ്ണിൽ ജനകീയമാണ്. കർണാടകയിലെ റാഗി പാടങ്ങൾ തേടിയാണ് നമ്മുടെ അടുത്ത യാത്ര. നമുക്ക് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഈ കഞ്ഞി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ആരോഗ്യകരമായ എല്ലാവർക്കും, അത് ഈ പാവപ്പെട്ടവരെന്ന പണക്കാരെന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ടൊരു ഭക്ഷണമാണ് കർണാടകയിൽ റാഗിയും റാഗി മുദ്ദയും ഒക്കെ. അപ്പോൾ അതിൻ്റെ രുചിയും കൃഷിയും റാഗി വിശേഷം തന്നെ ഇനി അരുൺ പൂപ്പറമ്പയ്ക്ക് ഒപ്പം നമുക്ക് കണ്ടിട്ട് വരാം. ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഒരു ഉൾഗ്രാമത്തിലുള്ള ഒരു ഹോട്ടലിലാണ്. എനിക്ക് മുന്നിൽ ഇലയിൽ ഒരു ഭക്ഷണ പദാർത്ഥം നിങ്ങൾ കാണാം. നമ്മുടെ നാട്ടിൽ കണ്ടാൽ നമ്മുടെ നാട്ടിൽ ഒരു ഉണ്ടംപൊരി പോലെയൊക്കെ തോന്നുമെങ്കിലും ഇതിൽ കർണാടകയിൽ ഇതിൻ്റെ പേര് മുദ്ദ എന്നാണ്. മുദ്ദ, അതായത് എൻ്റെ ഇലയിൽ ചിക്കൻ ഗ്രേവി ഉണ്ട്, മട്ടൻ ഗ്രേവി ഉണ്ട്. ഈ മുദ്ദ ചിക്കൻ മട്ടൻ കോമ്പിനേഷനാണ് പ്രധാനമാണെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. അപ്പോൾ നമുക്കത് കഴിക്കുന്നതിനും പ്രത്യേക രീതിയുണ്ട്. ഇത് കടിച്ച് തിന്നുകയല്ല ചെയ്യുക. നമ്മളിത് ഗ്രേവി ചിക്കനും മട്ടനൊക്കെ ഉപയോഗിച്ച് ഇതിങ്ങനെ മുക്കിയെടുത്ത് ഇതിങ്ങനെ കുറച്ചൊന്ന് നൈസാക്കിയതിന് ശേഷം ഇതിങ്ങനെ ഒഴുങ്ങുകയാണ് വേണ്ടത്. എനിക്കത് കഴിച്ച അത്ര ശീലമില്ലാതുള്ളത് അത് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ മുദ്ദ എന്ന് പറയുന്ന ഈ ഭക്ഷണ പദാർത്ഥം ഈ കർണാടകയിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ ഇനമാണ്. ഇത് ഉണ്ടാക്കുന്നത് റാഗി ഉപയോഗിച്ചാണ്. റാഗി ഉപയോഗിച്ച് അവർ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥമാണ് മുദ്ദ എന്നുള്ളത്. കർണാടകയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുള്ള ഹോട്ടലുകളിലെല്ലാം നമുക്കിത് കിട്ടും. ഈ മുദ്ദ ഉൾപ്പെടെ ഉണ്ടാക്കുന്ന റാഗിയെ ആണ് നമ്മളിത് പരിചയപ്പെടുത്തുന്ന. ആ റാഗി തോട്ടത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് റാഗി കൃഷി പരിചയപ്പെടുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് ചന്നപ്പട്ടണ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഗ്രാമപ്രദേശത്തിലാണ്. ഇവിടെ നമുക്കിങ്ങനെ ദൃശ്യങ്ങൾ കാണാം. ഏക്കർ കണക്കിന് സ്ഥലത്ത് റാഗി കൃഷിയുണ്ട്. കർണാടകയിൽ തന്നെ റാഗി കൃഷി കൂടുതലായി നടക്കുന്ന ഇടങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഇത് വിളവെടുപ്പിൻ്റെ ഒരു സമയമല്ല, അവർ കൃഷി ഇറക്കി അത് തളിർത്തു വരുന്ന ഒരു ഘട്ടമാണ്. ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെ വിത്തെറിഞ്ഞ ഒരു 15 ദിവസം എടുക്കും ഇതിങ്ങനെ കിളിർത്ത് വരുന്നതിന് വേണ്ടി, ഈ രീതിയിൽ കാണുന്നത് പോലെ കിളിർത്ത് വരുന്നതിന് വേണ്ടി. അതിനുശേഷം അതിലെ ഈ കള നീക്കം ചെയ്യുന്നതാണ് പ്രധാനപ്പെട്ട ആദ്യത്തെ ഇതിൻ്റെ ഒരു പരിചരണം എന്നുള്ളത്. പിന്നെ പൂർണ്ണമായും ഈ ജൈവ വളം ഉപയോഗിച്ചാണ് ഇതിൻ്റെ കൃഷി രീതി എന്നതാണ് ഈ റാഗി കൃഷിയുമായി ബന്ധപ്പെട്ട കർഷകർ തന്നെ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ റാഗി ഉപയോഗിച്ച് മുദ്ദ മാത്രമല്ല ഉണ്ടാക്കുക. കർണാടകയിൽ തന്നെ ഈ റാഗി ഉപയോഗിച്ച് റാഗി കഞ്ഞിയുണ്ട്, റാഗി ബിസ്ക്കറ്റ് ഉണ്ട്, റൊട്ടിയുണ്ട്. അങ്ങനെ നിരവധി ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ റാഗി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അവിടുത്തെ ഈ ഗ്രാമീണ ഈ കർഷകരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഗ്രാമീണരോട് അതുമായി ബന്ധപ്പെട്ട് വിശദമായി നമുക്ക് ചോദിക്കാം എന്തൊക്കെ ഭക്ഷണ പദാർത്ഥമാണ് ഈ റാഗി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത്. 3 ತಿಂಗಳಿಗೆ ರಾಗಿ ಬರ್ತದೆ, 5 ತಿಂಗಳಿಗೆ ಒಂದು ದಪ್ಪ ಬರ್ತದೆ ರಾಗಿ. ಅದರೊಳಗೆ ಮುದ್ದೆ ಮಾಡ್ತೀವಿ, ರೊಟ್ಟಿ ಸುಡ್ತೀವಿ, ಅಂಬಲಿ ಮಾಡ್ತೀವಿ, ಬಿಸ್ಕತ್ತು ಬೈದು ಬೇಕ್ರಿಲಿ ಮಾಡ್ತಾರೆ.
ರಾಗಿದ ಗಂಜಿ, ರಾಗಿ ದೋಸೆ, ಇದು ರೊಟ್ಟಿ ಅಷ್ಟೇ ಮಾಡೋದು. ಬೇಕಾದರೆ ಬೇಕ್ರಿಲಿ ಬಿಸ್ಕೆಟ್ ಬರ್ತದೆ, ತಗೊಬಂದು ತಿಂತೀವಿ. ರಾಗಿ ಮೇ ರಾಗಿನೇ ಜಾಸ್ತಿ. ಅಕ್ಕಿ ಅನ್ನ ಜಾಸ್ತಿ ಬೆಳೆದಿಲ್ಲ ಇಲ್ಲಿ. ರಾಗಿ ಅದು ಐನ್ ರಾಗಿ 6 ತಿಂಗಳಿಗೆ ಬರೋದು, ಕಾರ್ ರಾಗಿ 3 ತಿಂಗಳದು. ಇದು ಕೊನೆ ಇದರೊಳಗೆ ಬೆಳೆದು ಕುದಿಸ್ಬಿಟ್ಟು ಒಣಗಾಕಿ ತಿರುಮಲ ತಾಟ್ರಾಗ ಹಾಕಿ ಇದು ಮಾಡಿ ರೋಡ್ಗೆ ಹಾಕ್ತೀವಿ. ರೋಡ್ಗೆ ಹಾಕಿ ತೆನೆ ಹಿಂಗೆ ರಾಗಿ ಮಾಡಿ ಇದು ಮಾಡ್ತೀವಿ. ಇದು ಒಣಗಾಕಿ ಒಂದು ವಾರ 15 ದಿನ ಬೇಕು. ಕಡ್ಡಿ ಒಣಗಬೇಕಲ್ಲ, ತೆನೆ ಎಲ್ಲ.